ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോബ്സ് വ്ലോഗ്സ്. ഗോബ്സ് വ്ലോഗ്സിൻ്റെ അനന്തർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു അടിപൊളി വെണ്ടയ്ക്കയും ക്യാരറ്റും കൊണ്ടുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? ഞൊടിയുടെ സമയം കൊണ്ട് പോകാം വീഡിയോയിലേക്ക്. നമ്മൾ വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 6 പച്ചമുളക്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ചെടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, നന്നായിട്ട് പൊട്ടട്ടെ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കുട്ടി നല്ലതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്കയും ക്യാരറ്റും എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ വേഗം അത് വരണ്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം അങ്ങനെ ഭയങ്കര കളർഫുള്ളല്ലേ. മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കഴിക്കാനും അടിപൊളിയാണ്, പിന്നെ ഭയങ്കര ഹെൽത്തിയുമാണ്. നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. ഭയങ്കര കോമ്പിനേഷനാണ്. നിങ്ങളെ കുറച്ച് കഴിഞ്ഞ് ഞാനൊരു തക്കാളിക്ക ചാറ് കാണിച്ചു തന്നില്ല, അതും ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും. പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, ഒരു ചമ്മന്തി, അതും കൂടെ. ഈ 3 സാധനം കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒന്ന് അറിയിക്കണം. അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് വേവട്ടെ. ഒരു തുള്ളി നമ്മൾ വെള്ളം ഒഴിക്കില്ല, തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ച്. നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഓൾറെഡി ഇത് ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. കണ്ടോ, ഓൾറെഡി ഇത് വരണ്ടിട്ടുണ്ട്, എല്ലാം നല്ല ഇതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണിത്. പിള്ളേർ കഴിച്ചോളും. അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. കരിവേപ്പിലയുടെ ഫ്ലേവറും കൂടി ഇതിനകത്ത് ഇറങ്ങിയിട്ട് എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമല്ലേ, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതല്ലേ. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു കരിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. കാണാൻ തന്നെ ഭയങ്കര കളർഫുള്ളായിട്ടില്ലേ. പിന്നെ ഞാനിന്ന് കാണിച്ച 2 ഐറ്റം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റിലൂടെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഷൈനിങ് ഓഫ് ഗോപിക.